ഹായ് ഓൾ, എല്ലാവർക്കും അൺഅക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യൻ ഭരണഘടനയായിരുന്നു. അതായത് കേരള PSC എക്സാംസിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന എന്ന സബ്ജക്റ്റ് എങ്ങനെ പഠിച്ചെടുക്കാം എന്നാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിലബസിനെ ഒരു 9 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ 9 മൊഡ്യൂളായിട്ടാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന പഠിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ 5 മൊഡ്യൂൾ ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മൾ 6ാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. 6ാമത്തെ മൊഡ്യൂളിൻ്റെ ഒരു സെഷൻ കഴിഞ്ഞു. 6ാമത്തെ മൊഡ്യൂളിൻ്റെ 2ാമത്തെ സെഷനാണ് ആക്ച്വലി ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഇന്നത്തെ സെഷനിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് പതിവായിട്ടുള്ളൊരു ഇൻട്രോ സെഷൻ ഉണ്ടാവും. അതായത് അൺഅക്കാഡമിയുടെ കേരള PSC പ്ലസ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് എന്നുള്ളതാണ് അൺഅക്കാഡമിയുടെ മോട്ടോ. അതായത് നമുക്ക് ഒരുമിച്ച് ഈ എക്സാംസ് ക്രാക്ക് ചെയ്യുക, അതുവഴി നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള ഗവൺമെൻറ് ജോബിലോട്ട് എത്തുക എന്നുള്ളതാണ് അൺഅക്കാഡമിയുടെ മോട്ടോ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ആഷിഖ് മുഹമ്മദ്. ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളൊരു BTech ഗ്രാജുവേറ്റ് ആണ്. കൂടാതെ കറൻ്റ്ലി കേരള PSC എക്സാംസിന് ട്രെയിനിങ് നൽകുന്നുണ്ട്. അപ്പോൾ അൺഅക്കാഡമിയുടെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന കണ്ടൻസിൻ്റെ അകത്ത് യൂട്യൂബ് സെഷൻസ് ഉണ്ടാവും, കൂടാതെ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടാവും, കൂടാതെ പ്ലസ് ക്ലാസ്സുകൾ. അപ്പോൾ ശ്രദ്ധിക്കുക, യൂട്യൂബ് കണ്ടൻറ്റും ഈ സ്പെഷ്യൽ സെഷൻസൊക്കെ ആക്ച്വലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന കണ്ടൻറ്റുകളാണ്. കൂടാതെ പ്ലസ് കാറ്റഗറിയിൽ വരുന്ന കോഴ്സുകൾ റെഗുലർ കോഴ്സുകളായിരിക്കും. ആ കോഴ്സസ് നിങ്ങൾക്ക് ആക്സസിബിൾ ആവണമെങ്കിൽ നിങ്ങളൊരു ചെറിയ ചാർജ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീച്ചേഴ്സാണ് ആക്ച്വലി സ്പെഷ്യൽ ക്ലാസ്സുകളെല്ലാം ലൈവ് ക്ലാസ്സുകളായിട്ടാണ് വരുന്നത്. എന്നാൽ പ്ലസ് കാറ്റഗറി കോഴ്സുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ കോഴ്സും കൂടെ ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതാണ്. അതായത് ഓരോ എഡ്യൂക്കേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ നിങ്ങൾ ഏത് എക്സാമിനാണോ പഠിക്കുന്നത് ആ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ലൈവ് ക്ലാസ്സസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം എൻഗേജ് ചെയ്യിക്കുന്ന ലൈവ് ക്ലാസ്സുകളാണ്. അതായത് നിങ്ങൾക്ക് എഡ്യൂക്കേറ്ററുമായിട്ട് ഡിസ്കഷനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കൂടാതെ എഡ്യൂക്കേറ്റർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് പോളായിട്ട് ഉത്തരം ചെയ്യാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ നിങ്ങളെ ഒരു എൻഗേജ് ചെയ്യിക്കുന്ന സെഷൻസാണ് കൂടുതലും ലൈവ് ക്ലാസ്സസ് വരുന്നത്. അപ്പം യൂട്യൂബിലാണെങ്കിലും ലൈവ് ചാറ്റിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ കുറച്ചും കൂടെ നമുക്കത് കൂടുതൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്നത് ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി വരുന്ന ക്ലാസ്സുകൾക്കാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നമ്മളൊരു മാനുവൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്ലാസ് പോലെ തന്നെ വളരെ എൻഗേജിങ് ആയിട്ടുള്ള ക്ലാസ്സാണ്. കൂടാതെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും ക്വിസുകളും അൺഅക്കാഡമി ഒരുക്കുന്നുണ്ട്. അതായത് ഇതേ എഡ്യൂക്കേറ്റേഴ്സ് തന്നെയാണ് ആ ടെസ്റ്റും മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നതും സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതും അത് നിങ്ങൾക്ക് പിന്നീട് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫെസിലിറ്റീസാണ്. കൂടാതെ അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ പഠിപ്പിക്കുന്ന എല്ലാ എഡ്യൂക്കേറ്റേഴ്സും ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അതായത് ഓൾറെഡി നിങ്ങൾ പഠിക്കുന്ന എക്സാം ഇവർ ഓൾറെഡി ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെ ആ ലക്ഷ്യം കടക്കാൻ പറ്റും എന്നുള്ളതിനെ വ്യക്തമായ ധാരണ നൽകാൻ തീർച്ചയായിട്ടും എഡ്യൂക്കേറ്റേഴ്സിന് കഴിയുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു 1 ടൈം സബ്സ്ക്രിപ്ഷൻ വഴി അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അൺലിമിറ്റഡ് ആക്സസ് ആണ്. ലൈവ് ക്ലാസ്സുകളെല്ലാം പ്രീ ഷെഡ്യൂൾഡ് ക്ലാസ്സുകളായിരിക്കും. അതായത് ഇന്ന സമയത്ത് ലൈവ് ക്ലാസ് നടക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് നിങ്ങൾ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്കറിയാലോ, കുറച്ച് ക്ലാസ്സുകൾ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഫേവറേറ്റ് എഡ്യൂക്കേറ്റർ ആവും. അപ്പോൾ ആ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് ആ എഡ്യൂക്കേറ്ററിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ എഡ്യൂക്കേറ്ററോട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പോൾ COVID-19 ഒക്കെ സമയമാണ്, നമുക്ക് പുറത്തൊരു ക്ലാസ്സിന് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. സ്റ്റിൽ നമ്മുടെ പഠനം മുടങ്ങരുത്. കേരള PSC എക്സാംസ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്കും ഒരുങ്ങിയിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഡ്യൂക്കേറ്റേഴ്സ് പഠിപ്പിക്കുന്ന അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ എത്രയും പെട്ടെന്ന് ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അതല്ലാതെ ഒരുപാട് ഫ്രീ കണ്ടൻറ്റും അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്. എങ്കിലും റെഗുലർ കോഴ്സസ് ആക്സസിബിൾ ആവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. കൂടാതെ നിങ്ങൾ ഏത് എക്സാമിനാണോ പഠിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലുണ്ടാകും. അതായത് ഇപ്പോൾ LDC അല്ലെങ്കിൽ LP-UP അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഫയർമാൻ പോലത്തെ ഒരു എക്സാം, അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന SI അല്ലെങ്കിൽ BDO പോലത്തെ ഒരു എക്സാം, ഏത് എക്സാം വേണമെങ്കിലും ആയിക്കോട്ടെ, അതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ കോഴ്സുകൾ അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്. അതും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എഡ്യൂക്കേറ്റേഴ്സ് തന്നെ ഡിസൈൻ ചെയ്യുന്ന കോഴ്സുകളാണ്.
അപ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് പറ്റിയൊരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ള സമയം. കാരണം നമ്മൾ വീട്ടിൽ ചിലവഴിക്കുന്ന സമയം ഇങ്ങനെ ഒരു കുറച്ച് പഠനത്തിലും കൂടെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് PSC എക്സാംസ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് റിവാർഡിംഗ് ആയിട്ട് വരും. ഒരു കോംപ്രഹെൻസീവ് സിലബസ് കവറേജ് ആണ് അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 1 or 2 ഡേ എനിക്ക് തോന്നുന്ന സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റുകൾ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രഗത്ഭരായ എഡ്യൂക്കേറ്റേഴ്സ് നൽകുന്ന കണ്ടൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. കൂടാതെ ബാക്കി ചില അഡ്വാൻറ്റേജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ടൈം ചൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ടൈം ആ സമയം ചൂസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നു. കൂടാതെ ഒരു ലാംഗ്വേജ് ബാരിയർ ഒരിക്കലും നിങ്ങൾക്ക് അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് മലയാളം ആയിരിക്കും മെയിനായിട്ടും ക്ലാസ്സുകൾ എടുക്കുന്ന മീഡിയം. കൂടാതെ ഇംഗ്ലീഷിലും നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമുക്കറിയാം ഡിഗ്രി ലെവൽ എക്സാംസ് വരുമ്പോഴത്തേനും ഇനി തൊട്ട് കേരള PSC നമുക്ക് മലയാളത്തിലും ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളത്തിലാണ് കൂടുതലും കേരള PSCയുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഞാൻ പറഞ്ഞു ലൈവ് ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എഡ്യൂക്കേറ്ററോട് അവരുടെ സ്ട്രാറ്റജി എന്താണ്, നിങ്ങളുടെ ഡൗട്ടുകൾ എന്താണ് എല്ലാം ചോദിക്കാൻ പറ്റും. അതായത് ഒരു ഫിസിക്കൽ ക്ലാസ്സിൽ എന്തൊക്കെ പറ്റും അതൊക്കെ ലൈവ് സെഷൻസിലും പറ്റും. നേരിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. കൂടാതെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസുകൾ നടത്താം. കൂടാതെ എഡ്യൂക്കേറ്റേഴ്സ് നിങ്ങളോട് ചോദ്യം ചോദിക്കും. അപ്പം A, B, C, D ഏതുവേണമെങ്കിലും നിങ്ങൾക്ക് ഉത്തരം പോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതലും ഇൻട്രാക്റ്റീവ് ആക്കുന്ന സെഷൻസാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകൾ നിങ്ങൾക്ക് അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതാണ്. അതായത് നമുക്ക് നമ്മളെ സ്വയം വിലയിരുത്താനുള്ള ഒരു അവസരമാണ്. അതായത് പരീക്ഷയുടെ അന്ന് പോയി വിലയിരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും. പക്ഷേ അതിന് മുമ്പേ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് അത് ശരിയായ രീതിയിൽ പരീക്ഷയിൽ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വിലയിരുത്തൽ എടുക്കാൻ കഴിയും. കൂടാതെ ഓരോ സ്പെഷ്യൽ ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ക്ലാസ്സുകളാണെങ്കിൽ ആ എഡ്യൂക്കേറ്റർ പഠിപ്പിക്കുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പം ഈ പ്ലസ് കാറ്റഗറി കോഴ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചെറിയൊരു ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 1 year 2 year പ്ലാൻസ് നിങ്ങൾ നോക്കുക. വളരെ മാർജിനലായിട്ടുള്ള റേറ്റ്സ് ആണ്. ആ റേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലും അതായത് റേറ്റിനേക്കാളും കൂടുതൽ റിവാർഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ 1 year അല്ലെങ്കിൽ 2 year പ്ലാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആഷിക്കെന്നുള്ള എൻ്റെ ഈ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫർ ലഭിക്കുന്നതാണ്. അപ്പം ശ്രദ്ധിക്കുക, ഈ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് 1 time ആയിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ EMI ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ആപ്പിലോ വെബ്സൈറ്റിലോ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയതിനു ശേഷം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഈ കോഡിൻ്റെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഹൈ റിവാർഡിംഗ് സീരീസാണ്. ഇന്ത്യൻ ഭരണഘടന എങ്ങനെ കേരള PSC എക്സാംസിന് വേണ്ടിയിട്ട് പഠിക്കാം എന്നുള്ളൊരു സീരീസാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി ബാക്കി മൊഡ്യൂൾസ് അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. യൂട്യൂബ് ചാനലിലാണ് വന്നിട്ടുള്ളത്. ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്നുള്ള യൂട്യൂബ് ചാനലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിക്കുമ്പോൾ ആ മൊഡ്യൂൾ ഞാൻ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ സ്പെഷ്യൽ ക്ലാസ്സുകളും അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് പോകാം. നമ്മൾ ലാസ്റ്റ് സെഷനിൽ എടുത്തത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് മൊഡ്യൂൾ 6 ആണ്. അതായത് ഭരണഘടനയുടെ ഭാഗം 6 തന്നെയാണ് മൊഡ്യൂൾ 6 ആയിട്ടും വരുന്നത്. പാർട്ട് 6 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്ന പാർട്ടാണ്. അപ്പോൾ ഈ പാർട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുമെന്ന് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞിരുന്നു. ഗവർണറെ കുറിച്ച് പഠിക്കും. അതായത് സംസ്ഥാന തല ഭരണ സംവിധാനത്തിൽ വരുന്ന ഗവർണർ, മുഖ്യമന്ത്രി, സംസ്ഥാന മന്ത്രിസഭ, അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ, കൂടാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരെ കുറിച്ച് പഠിക്കും. കേരള ബജറ്റ്, ഹൈക്കോടതി, കേരള ഹൈക്കോടതി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നതാണ്. ഈ മൊഡ്യൂളിൻ്റെ ഒരു സെഷൻ ഓൾറെഡി കഴിഞ്ഞു. ഇത് 2ാമത്തെ സെഷനാണ്. അപ്പോൾ കഴിഞ്ഞ സെഷൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ആദ്യം വരുന്നത്. അതിനുശേഷം നമുക്കൊരു റീക്യാപ്പ് എടുക്കാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു റിവിഷൻ സെഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ പാർട്ട് 6 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടാണ്. ആർട്ടിക്കിൾ 152 മുതൽ 237 വരെയാണ്. അതിൽ തന്നെ 153 മുതൽ 167 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. അതായത് സംസ്ഥാന തല ഭരണ സംവിധാനത്തിൽ വരുന്ന ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭ, കൂടാതെ അഡ്വക്കേറ്റ് ജനറൽ, ഈ 4 ആളുകളെ കുറിച്ചിട്ടാണ് ഈ കാറ്റഗറിയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 168 മുതൽ 212 വരെ ഉള്ള ആർട്ടിക്കിളുകളിൽ പറയുന്ന
സംസ്ഥാന നിയമനിർമ്മാണ സഭകളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലോട്ടുള്ള ഇലക്ഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ടുള്ള ഇലക്ഷൻ നടത്തുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ടുള്ള ഇലക്ഷൻ നടത്തുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്. അതായത് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ, വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ, രാജ്യസഭ ഇലക്ഷൻ, കൂടാതെ സംസ്ഥാന നിയമസഭയിലോട്ടുള്ള ഇലക്ഷൻ. ശ്രദ്ധിക്കുക, സംസ്ഥാന നിയമ സമിതി ഇല്ല. സമിതിയുടെ കാര്യം ഞാൻ പറയാം പിന്നീട്. ശ്രദ്ധിക്കുക, നമുക്കിപ്പം ചില സംസ്ഥാനങ്ങളിൽ 2 സഭകളുണ്ട്. സംസ്ഥാന നിയമസഭയുണ്ട്, സംസ്ഥാന നിയമ സമിതിയുണ്ട്. സമിതിയിലോട്ട് ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. ഇനി സംസ്ഥാന നിയമസഭയിലോട്ട് ഡയറക്റ്റ് ഇലക്ഷനാണ്. അപ്പോൾ ആ ഇലക്ഷനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇതേ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനും ലോക്സഭാ തിരഞ്ഞെടുപ്പിനും രാജ്യസഭാ തിരഞ്ഞെടുപ്പിനും ഒക്കെ നേതൃത്വം നൽകുന്നത് ഇതേ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ പാർലമെൻറ്റിൽ നമ്മൾ ലോക്സഭ, രാജ്യസഭ എന്നിങ്ങനെ 2 സഭകൾ കണ്ടു. ലോക്സഭ, രാജ്യസഭ, അതായത് ദ്വിമണ്ഡല സഭയാണ് പാർലമെൻറ്റിൽ ഫോളോ ചെയ്യുന്നത്. ഇനി സംസ്ഥാനങ്ങളുടെ കാര്യത്തിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സംസ്ഥാനങ്ങൾക്കൊഴികെ അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം സംസ്ഥാനങ്ങൾക്കും ഒറ്റ ഹൗസേ ഉള്ളൂ. നോർമലി അല്ലെങ്കിൽ വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ 2 ഹൗസുകളുണ്ട്. അതായത് ലോവർ ഹൗസും അപ്പർ ഹൗസുമായെന്ന് പറയപ്പെടുന്ന സംസ്ഥാന നിയമസഭയുമുണ്ട്, സംസ്ഥാന നിയമസമിതിയുമുണ്ട് കുറച്ച് സ്റ്റേറ്റുകളിൽ. എന്നാൽ വളരെ കൂടുതൽ സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഭൂരിപക്ഷം സ്റ്റേറ്റുകളിലും ഈ ലോവർ ഹൗസ് മാത്രമേ ഉള്ളൂ. അതായത് കേരളം പോലെയുള്ള നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും ഒറ്റ സഭയേ ഉള്ളൂ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. എന്നാൽ 2 സഭകളുള്ള അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തർപ്രദേശ്. ഇതിൽ തന്നെ ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ്. അതിൽ കേരളവും തമിഴ്നാടും ഇല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ കുറച്ച് ഓർത്തിരിക്കാൻ കുറച്ച് എളുപ്പം ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, സംസ്ഥാനങ്ങളിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഒറ്റ ഹൗസേ ഉള്ളൂ അല്ലെങ്കിൽ ഒറ്റ സഭയേ ഉള്ളൂ. എന്നാൽ ഈ പറയുന്ന 6 സംസ്ഥാനങ്ങളിൽ ഈ 2 സഭകളുണ്ട്. സംസ്ഥാന നിയമസഭയുമുണ്ട്, സംസ്ഥാന നിയമ സമിതിയുമുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഈ ആന്ധ്രാപ്രദേശ് തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഈ സംസ്ഥാന നിയമസമിതി അബോളിഷ് ചെയ്യണമെന്നുള്ളൊരു പ്രമേയം പാസ്സാക്കിയിരുന്നു. അപ്പോൾ അത് പാർലമെൻറ്റിൻ്റെ അപ്രൂവലും കൂടെ കിട്ടിയാലാണ് അത് അബോളിഷ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് ഈ ലിസ്റ്റിൽ നിന്ന് പോകും. നേരത്തെ ഈ ലിസ്റ്റിൽ ജമ്മു ആൻഡ് കാശ്മീറും ഉണ്ടായിരുന്നു. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനമായി മാറിയതോടെ അതിനുള്ള പ്രസക്തി ഇല്ലാതായി. അതിൻ്റെ ഈ ലിസ്റ്റിൽ നിന്ന് അത് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കൺസിസ്റ്റ് ഓഫ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് പറയാം? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെയാണുള്ളത്? ഇപ്പം ഒരു സഭയുള്ള അല്ലെങ്കിൽ ഒരു ഹൗസുള്ള സംസ്ഥാനമാണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് ലോവർ ഹൗസും ഉണ്ടാവും, ഗവർണറും ഉണ്ടാവും. എന്നാൽ 2 ഹൗസുള്ള അല്ലെങ്കിൽ ദ്വിമണ്ഡലമുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? സംസ്ഥാന നിയമസഭയും ഉണ്ടാവും, സംസ്ഥാന നിയമസമിതി ഉണ്ടാവും, പിന്നെ ഗവർണറും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതേ സാധനം യൂണിയൻ ലെജിസ്ലേച്ചർ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? യൂണിയൻ ലെജിസ്ലേച്ചർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ്? ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്, പ്രസിഡൻ്റ് ഉണ്ട്. ഇവർ 3 പേരും അടങ്ങുന്നതാണ് യൂണിയൻ ലെജിസ്ലേച്ചർ. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് ഇതിനകത്ത് തന്നെ ലോവർ ഹൗസ് ആയിട്ടുള്ള സംസ്ഥാന നിയമസഭയെക്കുറിച്ചിട്ട് പഠിക്കാം. അതിനുശേഷം നമ്മൾ സംസ്ഥാന നിയമ സമിതിയെക്കുറിച്ചിട്ട് പഠിക്കും. അപ്പോൾ സംസ്ഥാന നിയമസഭയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ടുള്ള ഇലക്ഷൻ രീതി എങ്ങനെയാണ്? ഡയറക്റ്റ് ഇലക്ഷനാണ്. അതായത് നമുക്കറിയാം, പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം നമ്മളാണ് നിയമസഭയിലോട്ട് തിരഞ്ഞെടുക്കുന്നത്. 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് ഇലക്ഷനാണ് സംസ്ഥാന നിയമസഭയിലോട്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി സംസ്ഥാന നിയമസഭയുടെ കോമ്പോസിഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഭരണഘടന പറയുന്നത് മാക്സിമം 500 പേര് അല്ലെങ്കിൽ മിനിമം 60 പേരാണ് ഉണ്ടാവാൻ പാടുകയുള്ളൂ. നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരാളും ഉണ്ടാവുമെന്നാണ് ഭരണഘടന പറയുന്നത്. അപ്പോൾ ഈ നമ്പർ വേരി ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യ അല്ലെങ്കിൽ പോപ്പുലേഷൻ അനുസരിച്ചിട്ടായിരിക്കും. നമ്മുടെ സംസ്ഥാനം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് 140 എലക്റ്റഡ് മെമ്പേഴ്സും ഉണ്ട്, ഒരു നോമിനേറ്റഡ് മെമ്പറും ഉണ്ട്. നമ്മുടെ കേരളം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കോമ്പോസിഷനായിട്ട് ഭരണഘടന പറയുന്നത് മിനിമം 60 പേരാണ്, മാക്സിമം 500 പേരാണ്.
നാമനിർദ്ദേശം ചെയ്യുന്നത് ഒരാളെയാണ്. അത് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ ബേസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഓക്കെ, അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ആരും ഇല്ലെങ്കിലായിരിക്കും ആ ഒരു റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഓക്കെ, ഇനി സംസ്ഥാന നിയമസഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. 5 വർഷമാണ് സംസ്ഥാന നിയമസഭയുടെ കാലാവധി. നമുക്കറിയാം, ഓരോ 5 വർഷം കൂടുമ്പോഴാണ് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇനി സംസ്ഥാന നിയമസഭയുടെ ഭാഗമാവണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ MLA ആവണമെങ്കിൽ എന്താണ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ യോഗ്യത? ഭാരത പൗരനായിരിക്കണം. കൂടാതെ കുറഞ്ഞ പ്രായം, ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സായിരിക്കണം. ശ്രദ്ധിക്കുക, പാർലമെൻറ്റിൻ്റെ കാര്യം വരുമ്പോഴും ലോവർ ഹൗസ് ആയ ലോക്സഭയുടെ അംഗമാവണമെങ്കിലും 25 വയസ്സ് മിനിമം ആയിരിക്കണം. അപ്പം സംസ്ഥാനത്തോട്ട് വരുമ്പോഴും ലോവർ ഹൗസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഭാഗമാവണമെങ്കിൽ മിനിമം 25 വയസ്സ് പൂർത്തിയായിരിക്കണം. അപ്പോൾ സംസ്ഥാന നിയമസഭ അത്രയേ ഉള്ളൂ. അതിൻ്റെ കോമ്പോസിഷനും കാലാവധിയും കാര്യങ്ങളും നമ്മൾ നോക്കി, അല്ലെങ്കിൽ യോഗ്യതയൊക്കെ നമ്മൾ നോക്കി. ഇനി സംസ്ഥാന നിയമ സമിതി ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് സംസ്ഥാനങ്ങളിലില്ല, ആകെ 6 സംസ്ഥാനങ്ങളിലേ ഉള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. 2 സഭയും ഉള്ള സംസ്ഥാനങ്ങൾ 6 ഉള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ സംസ്ഥാന നിയമ സമിതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്. ആർട്ടിക്കിൾ 169 അനുസരിച്ചാണ് ഒരു സംസ്ഥാനത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ നിയമസമിതി രൂപീകരിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള അധികാരം പാർലമെൻറ്റിനാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ? ആർട്ടിക്കിൾ 169 അനുസരിച്ച് ഒരു സംസ്ഥാനത്ത് നിയമനിർമ്മാണ സമിതി രൂപീകരിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള അധികാരം പാർലമെൻറ്റിനാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ കേരളം എടുക്കുക. കേരളത്തിൽ ഇപ്പം സംസ്ഥാന നിയമസഭ മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. ഇനി കേരളത്തിന് തോന്നുവാണ് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടെ വേണം തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു പ്രമേയം പാസ്സാക്കും, ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണമെന്നുള്ളൊരു പ്രമേയം പാസ്സാക്കും. എന്നിട്ട് അത് പാർലമെൻറ്റിന് വിടും. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തിൽ അത് പാസ്സാക്കിയാൽ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൊണ്ടുവരാം. ഇനി ഇത് ശ്രദ്ധിക്കുക, ഇനിയിപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൊണ്ടുവന്നിട്ട് പിന്നീട് അത് ഇല്ലാതാക്കണം അല്ലെങ്കിൽ അബോളിഷ് ചെയ്യണമെന്ന് തോന്നിയാലും ഇതേ പ്രോസസ്സ് തന്നെ. സംസ്ഥാന നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കും, അത് പാർലമെൻറ്റിന് വിടും, അത് പാർലമെൻറ്റ് പാസ്സാക്കുന്നതോടെ അത് അബോളിഷ് ചെയ്യപ്പെടും. അപ്പോൾ അത് ആർട്ടിക്കിൾ 169 അനുസരിച്ച് സംസ്ഥാനത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള അധികാരം പാർലമെൻറ്റിനാണ്. ഇനി സംസ്ഥാന നിയമസമിതിയുടെ കോമ്പോസിഷൻ ഘടന നോക്കിയിട്ടുണ്ടെങ്കിൽ മിനിമം 40 പേര് മുതൽ മാക്സിമം സംസ്ഥാന നിയമസഭയുടെ ആകെ അംഗസംഖ്യയുടെ 1/3 വരെ ആകാം എന്നുള്ളതാണ് കോമ്പോസിഷൻ ഭരണഘടന പറയുന്നത്. സംസ്ഥാന നിയമസഭയുടെ കോമ്പോസിഷൻ എത്രയായിരുന്നു? 600 മുതൽ 500 വരെ ആയിരുന്നു. അത് പോപ്പുലേഷൻ അനുസരിച്ച് മാറുമെന്ന് നമ്മൾ കണ്ടു. ശ്രദ്ധിക്കുക, ചില സംസ്ഥാനങ്ങളിൽ ആക്ച്വലി 60 താഴെയുമുണ്ട്. അതങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതാണ്, വളരെ ചെറിയ സംസ്ഥാനമായതുകൊണ്ട്. അപ്പോൾ സംസ്ഥാന നിയമസമിതിയുടെ കോമ്പോസിഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മിനിമം 40 ആണ്, മാക്സിമം സംസ്ഥാന നിയമസഭയുടെ 1/3 സ്ട്രെങ്ത് ആവാൻ പാടുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ സംസ്ഥാന ലെവലിൽ വരുമ്പം ഈ അപ്പർ ഹൗസിന് വലിയ പ്രസക്തി ഇല്ലയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ അപ്രസക്തിയുടെ കാര്യം നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ കോമ്പോസിഷൻ ക്ലിയർ ആയല്ലോ. ഇനി സംസ്ഥാന നിയമസമിതിയിലോട്ടുള്ള എലക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നിയമസഭയിലോട്ടാണെങ്കിൽ ഡയറക്റ്റ് ഇലക്ഷൻ ആണെന്ന് നമ്മൾ കണ്ടു, അതായത് പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരമുള്ള ഇലക്ഷൻ ആണെന്ന് നമ്മൾ കണ്ടു. ഇനി സംസ്ഥാന നിയമസമിതിയിലോട്ടുള്ള ഇലക്ഷൻ ആണെങ്കിൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് നമ്മുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് തന്നെയാണ്, അല്ലെങ്കിൽ രാജ്യസഭ ഇലക്ഷന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് തന്നെയാണ്. ഏതാണ്? ആനുപാതിക പ്രാതിനിധ്യം വഴി കൈമാറ്റം ചെയ്യാവുന്ന ഒരു വോട്ട് വഴി, ആ രീതിയാണ് യൂസ് ചെയ്യുന്നത്. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സഭയിലുള്ള ആകെ അംഗങ്ങളുടെ പലര് ചേർന്നിട്ടാണ് ഇതിൻ്റെ അകത്തോട്ട് ഇൻഡയറക്റ്റ്ലി എലക്ട് ചെയ്യുന്നതും കുറച്ച് പേരെ നാമനിർദ്ദേശം ചെയ്യുന്നതും ഒക്കെ പലര് ചേർന്നിട്ടാണ്. അപ്പം ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി എലക്ട് ചെയ്യുന്നതിൽ 1/3 ആളുകളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭയിലെ എലക്റ്റഡ് മെമ്പേഴ്സാണ്. അതായത് ആ സംസ്ഥാനത്തിലെ നിയമസഭ, അതായത് ലോവർ ഹൗസിലെ എലക്റ്റഡ് മെമ്പേഴ്സ് ചേർന്ന് തിരഞ്ഞെടുക്കുന്നു. വേറെ ഒരു 1/3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എലക്റ്റഡ് മെമ്പേഴ്സ് ചേർന്ന് തിരഞ്ഞെടുക്കുന്നു. ഇനി വേറൊരു 1/12 ആളുകളെ 3 വർഷത്തിൽ കുറയാതെ സെക്കൻഡറി തലത്തിൽ പ്രവൃത്തി പരിചയമുള്ള അധ്യാപകർ ചേർന്ന് തിരഞ്ഞെടുക്കുന്നു. ഇനി വേറൊരു 1/12 3 വർഷത്തിൽ കുറയാതെ സംസ്ഥാനത്ത് വസിക്കുന്ന ബിരുദധാരികൾ ചേർന്ന് തിരഞ്ഞെടുക്കുന്നു. ഇനി ലാസ്റ്റ് ഒരു 1/6 കൂടെ ഉണ്ട്, അതിനെ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നു.
അപ്പോൾ ശ്രദ്ധിക്കുക, സംസ്ഥാന നിയമസമിതിയിലോട്ട് ഇൻഡയറക്റ്റ് ഇലക്ഷനാണ് വരുന്നത്. ഇലക്ഷനും ഉണ്ട്, കുറച്ച് പേര് നാമനിർദ്ദേശം ചെയ്യുന്നതുമുണ്ട്. അപ്പം ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു, അതായത് ആനുപാതിക പ്രാതിനിധ്യം വഴി കൈമാറ്റം ചെയ്യാവുന്ന ഒരു വോട്ട് വഴിയാണ് സംസ്ഥാന നിയമസമിതിയിലോട്ട് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത് 1/3 ആളുകളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭയിലെ ഇലക്ടഡ് മെമ്പേഴ്സ് ചേർന്നാണ്. മറ്റൊരു 1/3 തിരഞ്ഞെടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ടഡ് മെമ്പേഴ്സ് ചേർന്നാണ്. ഒരു 1/12 തിരഞ്ഞെടുക്കുന്നത് 3 വർഷത്തിൽ കുറയാതെ സെക്കൻഡറി തലത്തിൽ പ്രവൃത്തി പരിചയമുള്ള അധ്യാപകർ ചേർന്നാണ്. മറ്റൊരു 1/12 എടുക്കുന്നത് 3 വർഷത്തിൽ കുറയാതെ സംസ്ഥാനത്ത് വസിക്കുന്ന ബിരുദധാരികൾ ചേർന്നാണ്. 1/6 അതായത് ബാക്കിയുള്ള 1/6 തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ അത് ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്ന ആളുകളാണ്, തിരഞ്ഞെടുക്കുകയല്ല, നാമനിർദ്ദേശം ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ടോട്ടൽ 1/3 പ്ലസ് 1/3 പ്ലസ് 1/12 പ്ലസ് 1/12 പ്ലസ് 1/6. ഇതിൻ്റെ ഉത്തരം 1 ആണ്. അപ്പോൾ ടോട്ടലി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/3 സംസ്ഥാന നിയമസഭയിലെ ഇലക്ടഡ് മെമ്പേഴ്സ് ചേർന്ന് തിരഞ്ഞെടുക്കുന്നു, വേറൊരു 1/3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ടഡ് മെമ്പേഴ്സ് ചേർന്ന് തിരഞ്ഞെടുക്കുന്നു, വേറൊരു 1/12 3 വർഷത്തിൽ കുറയാതെ ഇവിടെ വസിക്കുന്ന ബിരുദധാരികൾ ചേർന്ന് തിരഞ്ഞെടുക്കുന്നു, വേറൊരു 1/12 3 വർഷത്തിൽ കുറയാതെ സെക്കൻഡറി തലത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ തിരഞ്ഞെടുക്കുന്നു, മറ്റൊരു 1/6 നാമനിർദ്ദേശം ചെയ്യപ്പെടുകയാണ്, ഗവർണർ നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ സംസ്ഥാന നിയമസമിതിയുടെ ഡ്യൂറേഷനിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം SLC എന്നുള്ളത് അപ്പർ ഹൗസാണ്. സംസ്ഥാനത്ത് വരുമ്പോഴത്തേനും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുള്ളത് അപ്പർ ഹൗസാണ്. അപ്പോൾ ഇത് രാജ്യസഭ പോലെ തന്നെയാണ്, ഒരു പെർമനൻറ്റ് ബോഡിയാണ്, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂയിങ് ചേംബറാണ്. അപ്പം ശ്രദ്ധിക്കുക, സംസ്ഥാന നിയമസമിതി അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന് എന്തില്ല, കാലാവധി ഇല്ല. പക്ഷേ അംഗങ്ങൾക്ക് കാലാവധി ഉണ്ട്. എത്രയാണ്? 6 വർഷമാണ്. ഓരോ 2 വർഷം കൂടുമ്പോൾ 1/3 മെമ്പേഴ്സ് റിട്ടയർ ചെയ്ത് പോകും. അപ്പം രാജ്യസഭയുടെ അതേ ഡ്യൂറേഷൻ ടൈപ്പ് തന്നെയാണ് സംസ്ഥാന നിയമസമിതി വരുമ്പോഴും എന്ന് മനസ്സിലാക്കുക. ഇനി സംസ്ഥാന നിയമസമിതിയിലോട്ടുള്ള ക്വാളിഫിക്കേഷൻ, അംഗമാവണിയിൽ ക്വാളിഫിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്, 30 വയസ്സ് പൂർത്തിയായിരിക്കണം. 30 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. ഭാരതപൗരനായിരിക്കണം, ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. അപ്പം ലോക്സഭ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയാണെങ്കിൽ 25 വയസ്സ് പൂർത്തിയായിരിക്കണം. രാജ്യസഭ അല്ലെങ്കിൽ സംസ്ഥാന നിയമ സമിതി ആണെങ്കിൽ 30 വയസ്സ് പൂർത്തിയായിരിക്കണം. ആ ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഓക്കെ, കൂടാതെ 1/6 അംഗങ്ങളെ ഗവർണർ നാമനിർദ്ദേശം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ആർട്ട്, കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം, കൂടാതെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ആയിരിക്കും ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നത്. അപ്പോൾ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ട് ഒരാളെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ട് ആ സമിതിയിലെ 1/6 മെമ്പേഴ്സിനെയാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നത്. ഇനി പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്നത് നമ്മൾ പഠിച്ചല്ലോ. ലോക്സഭയാണെങ്കിൽ 2 പേരും, രാജ്യസഭയാണെങ്കിൽ 12 പേരുമാണ്. ഇത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പം അത്രയുമാണ് ഈ 2 സഭകളെക്കുറിച്ച്, അതായത് സംസ്ഥാന നിയമസഭയും സംസ്ഥാന നിയമസമിതിയെയും കുറിച്ചും വെവ്വേറെ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാന നിയമസഭയിലെയും നിയമസമിതിയിലെയും അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് തീരുമാനിക്കുന്നത് ഗവർണറാണ്. എന്നാൽ നമ്മൾ പാർലമെന്റ് പഠിച്ചപ്പോൾ ഒരു കാര്യത്തിൽ മാത്രം ഇവരുടെ അയോഗ്യതയെക്കുറിച്ച് തീരുമാനിക്കുന്നത് സഭാ അധ്യക്ഷന്മാരായിരിക്കും. ആരാണ്? സംസ്ഥാന നിയമസഭയാണെങ്കിൽ സ്പീക്കർ ആയിരിക്കും, സംസ്ഥാന നിയമസമിതി ആണെങ്കിൽ ചെയർമാൻ ആയിരിക്കും. എന്ത് കാരണമായിരിക്കും? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഉള്ള അയോഗ്യതയാണെങ്കിൽ അതിൽ തീരുമാനമെടുക്കുന്നത് ആരാണ്? സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ ആയിരിക്കും. അത് ഏത് സഭയാണോ ആ സഭ അനുസരിച്ചിരിക്കും. പക്ഷെ അതല്ലാതെ മറ്റെല്ലാ കാരണം കൊണ്ടും ഉള്ള അയോഗ്യതയിൽ തീരുമാനമെടുക്കുന്നത് ഗവർണറാണ്. അവിടെ പാർലമെന്റ് പറഞ്ഞപ്പോൾ അത് രാഷ്ട്രപതിക്കായിരുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ചിട്ടാണ്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കാം, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ പാർലമെന്റ് പഠിച്ചപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ആരൊക്കെയായിരുന്നു? ലോക്സഭയാണെങ്കിൽ സ്പീക്കറാണ്, രാജ്യസഭയാണെങ്കിൽ ചെയർമാനാണ്. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ സംസ്ഥാനത്ത് വരുമ്പം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പ്രിസൈഡിംഗ് ഓഫീസറെ പറയുന്നതും സ്പീക്കർ എന്നാണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസറെ പറയുന്നതും ചെയർമാൻ എന്നാണ്. പക്ഷേ ഈ ആർട്ടിക്കിൾ ഒന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ലോക്സഭാ സ്പീക്കറെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ 93 കൂടാതെ സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറെ പറ്റിയുള്ള ആർട്ടിക്കിൾ 178
അപ്പോൾ ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പ്രിസൈഡിംഗ് ഓഫീസേഴ്സിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പാർലമെൻറ്റിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയുമുള്ളൂ, വലിയ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. ഇനി നമ്മൾ സംസ്ഥാന നിയമസഭകളിലെ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ അല്ലെങ്കിൽ നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇതിന് പാർലമെൻറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത വലിയ വ്യത്യാസങ്ങളില്ല, വ്യത്യാസമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. പൊതുവേ കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ കോമൺ ആണ്. അതായത് ഇപ്പോൾ പാർലമെൻറ്റ് സെഷൻസ് എന്ന് പറയുന്ന പോലെയാണ് സംസ്ഥാന നിയമസഭാ സമ്മേളനങ്ങൾ. അതുപോലെ അവിടെ ഉപയോഗിക്കുന്ന അതേ മെത്തേഡ്സ്, അതായത് അഡ്ജേൺമെൻറ്റ് സൈൻ ഡൈ, പ്രൊരോഗ്, സമ്മണിങ് അല്ലെങ്കിൽ കോറം, അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആയിട്ടുള്ള ചോദ്യോത്തരവേള, ശൂന്യവേള, അടിയന്തര പ്രമേയം, അവിശ്വാസ പ്രമേയം, ഇതൊക്കെ പാർലമെൻറ്റിലുള്ള അതേ സാധനങ്ങളൊക്കെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും ഉണ്ട്. പക്ഷെ അത് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ വ്യത്യാസമുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഒരു ഓർഡിനറി ബില്ലാണ് സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ കൂടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. അപ്പോൾ ഒരു സഭയുള്ളെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സഭ പാസ്സാക്കി അത് ഗവർണറുടെ അടുത്ത് പോകും, നിയമമായിട്ട് മാറും. ഇനി ഇത് രണ്ടുമുള്ള ഒരു കേസ് ആണെങ്കിലാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഒരു ഓർഡിനറി ബില്ലാണെങ്കിൽ 2 ഹൗസിലും 3 തവണ ആ ബില്ല് വായിക്കപ്പെടുന്നു. ഇപ്പോൾ ഒരു ഹൗസ് ഉള്ളെങ്കിലും ആ ഒരു ബില്ല് 3 തവണ ആ സഭയിൽ വായിക്കപ്പെടുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, 3 റീഡിങ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്. ഒരു ഓർഡിനറി ബില്ല് അവതരിപ്പിക്കുകയാണെങ്കിൽ 3 തവണ വായിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. SCRT-യിലുള്ള പോയിൻ്റാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു ബില്ല് സംസ്ഥാന നിയമസഭ പാസ്സാക്കി, അത് സംസ്ഥാന നിയമസമിതിയിലോട്ട് പോയി. അപ്പോൾ സംസ്ഥാന നിയമസമിതി ആക്ച്വലി ഓർഡിനറി ബില്ലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കിയാലും സംസ്ഥാന നിയമസമിതി വളരെ ഇൻഫീരിയർ ആണ്. അതായത് വളരെ പവർലെസ്സാണ് സംസ്ഥാന നിയമസമിതി എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ പാർലമെൻറ്റ് നോക്കുമ്പോൾ ലോക്സഭയും രാജ്യസഭയ്ക്കും ഈക്വൽ പവേഴ്സുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ അൺഈക്വൽ പവേഴ്സുള്ള കാര്യങ്ങളും ഉണ്ട്. പക്ഷേ സംസ്ഥാനത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ലോവർ ഹൗസും അപ്പർ ഹൗസും തമ്മിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അപ്പർ ഹൗസ് ഓൾമോസ്റ്റ് എല്ലാ കേസുകളിലും ഇൻഫീരിയർ ആണ്, അല്ലെങ്കിൽ താഴ്ന്നു നിൽക്കുന്ന അല്ലെങ്കിൽ പവർ കുറഞ്ഞ ഒരു ഹൗസാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സംസ്ഥാനങ്ങളിലും അതില്ലാത്തത്. അപ്പോൾ ശ്രദ്ധിക്കുക, സംസ്ഥാന നിയമസഭയിൽ നിന്ന് സംസ്ഥാന നിയമസമിതിയിലോട്ടൊരു ബില്ല് പോയിട്ടുണ്ടെങ്കിൽ സംസ്ഥാന നിയമസമിതി അത് പാസ്സാക്കുകയാണെങ്കിൽ നോർമലി അത് ഗവർണറുടെ അടുത്തോട്ട് പോകും, ബില്ല് പാസ്സാക്കി നിയമമായിട്ട് മാറും. ഇനി സംസ്ഥാന നിയമസഭയിൽ നിന്നുള്ള ബില്ല് സംസ്ഥാന നിയമസമിതിയിൽ എത്തിയിട്ട് ഇവർ സംസ്ഥാന നിയമസമിതി പറയുന്ന ഒരു അമെൻമെൻ്റ് ഉണ്ട്, അതിപ്പം സംസ്ഥാന നിയമസഭയ്ക്കും താല്പര്യമാണെങ്കിൽ എന്താണ്, അതും വീണ്ടും 2 സഭയും പാസ്സാക്കി എന്ന് കണക്കാക്കി ഗവർണറുടെ അടുത്ത് പോവുകയും നിയമമായിട്ട് മാറുകയും ചെയ്യും. അതല്ലാത്ത കേസുകൾ, അതായത് അമെൻമെൻറ്റ് സ്വീകാര്യമല്ല അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ 3 മാസമായിട്ടും സംസ്ഥാന നിയമസമിതി ആക്ഷനൊന്നും എടുക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സംസ്ഥാന നിയമസഭ വീണ്ടും ആ ബില്ല് പാസ്സാക്കും, വീണ്ടും സംസ്ഥാന നിയമസമിതിക്ക് അയക്കും, എന്നിട്ട് ഒരു മാസം കാത്തിരിക്കും. 1 മാസത്തിനകം സംസ്ഥാന നിയമസമിതി ആക്ഷനൊന്നും എടുക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബില്ല് സംസ്ഥാന നിയമസഭ പാസ്സാക്കി എന്ന് കരുതി സംസ്ഥാന നിയമസഭ പാസ്സാക്കി ആ ബില്ല് ഗവർണറുടെ അടുത്ത് ചെല്ലുകയും ആ ബില്ല് നിയമമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഒരു ബില്ലിനെ ഒരു 4 മാസത്തേക്ക് 3+1 4 മാസത്തേക്ക് ഒരു ബില്ലിനെ ഡിലേ ചെയ്യിക്കാനുള്ള അധികാരം മാത്രമാണ് സംസ്ഥാന ലെവലിലെ അപ്പർ ഹൗസ് ആയിട്ടുള്ള സംസ്ഥാന നിയമസമിതിക്ക് ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംസ്ഥാന നിയമസമിതി വളരെ ഇൻഫീരിയർ ആണെന്ന് പറയാൻ കാരണം അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സംസ്ഥാന നിയമസമിതിക്ക് വലിയ റോളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു സംയുക്ത സമ്മേളനത്തിനുള്ള സ്കോപ്പ് ഇല്ല. കാരണം സംയുക്ത സമ്മേളനം എപ്പോഴാണ് 2 സഭകൾക്കും അല്ലെങ്കിൽ 2 ഹൗസുകൾക്കും ഒത്തൊരുമിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ ഒരു ബില്ലിൻ്റെ കാര്യത്തിൽ തീർപ്പാവാത്ത സാഹചര്യത്തിലാണ് സംയുക്ത സമ്മേളനം വരുന്നത്. ഇപ്പോൾ ഓൾറെഡി ഭരണഘടന പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ അപ്പർ ഹൗസ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസമിതി ആക്ഷനൊന്നും എടുത്തില്ലെങ്കിൽ ആദ്യം 3 മാസത്തേക്കും പിന്നീട് 1 മാസത്തേക്കും എടുത്തില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംയുക്ത സമ്മേളനത്തിനുള്ള സിറ്റുവേഷൻ ഇല്ല. ഒരു 4 മാസത്തേക്ക് സംസ്ഥാന നിയമസമിതിക്ക് ആ ബില്ലിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ മാത്രമുള്ള അധികാരമേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കുക, ഈ ബില്ല് ഗവർണറുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവർണർക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. പ്രസിഡന്റിന്റെ കേസ് ആയിരുന്നെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു? അതായത് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയ ഒരു ബില്ല് പ്രസിഡന്റിന്റെ അടുത്ത് എത്തുകയാണെങ്കിൽ പ്രസിഡന്റിന് റാറ്റിഫൈ ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, റിട്ടേൺ ചെയ്യാം.
ഗവർണർ എടുത്തു കഴിഞ്ഞാലും ഗവർണർക്ക് ആ ബില്ല് റാറ്റിഫൈ ചെയ്യാം, ആ ബില്ല് റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ബില്ലിനെ ഒന്നുകൂടെ റീകൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞ് തിരിച്ചയക്കാം. ഗവർണർക്ക് നാലാമതായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. എന്താണ്? റിസർവ് ഇറ്റ് ഫോർ പ്രസിഡന്റ്. രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യാം ആ ബില്ല്. അപ്പോൾ ശ്രദ്ധിക്കുക, അത് ഗവർണറുടെ ഒരു അധികാരത്തിൽ വരുന്നതാണ്. 3 ഓപ്ഷൻസ് കൂടാതെ, അതായത് പ്രസിഡന്റിനുള്ള 3 ഓപ്ഷൻസ് കൂടാതെ ഒരു ബില്ലിൻ്റെ കാര്യത്തിൽ നാലാമതൊരു ഓപ്ഷനും കൂടെ ഗവർണർക്കുണ്ട്. അതായത് രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഓപ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മസ്റ്റായിട്ടും ഗവർണർ റിസർവ് ചെയ്യേണ്ട ഒരു കേസുണ്ട്. അതായത് സംസ്ഥാന ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബില്ലാണെങ്കിൽ, അല്ലെങ്കിൽ സംസ്ഥാന ഹൈക്കോടതിയെ ബാധിക്കുന്ന ഒരു ബില്ലാണെങ്കിൽ തീർച്ചയായിട്ടും ഗവർണർ അത് രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്തേ പറ്റുള്ളൂ. അതല്ലാത്ത കേസുകളിലും റിസർവ് ചെയ്യാം. അപ്പോൾ അത് ഏതൊക്കെ കേസുകളാണെന്നൊക്കെ ഉള്ളതുണ്ട് ആക്ച്വലി, പക്ഷെ അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട. പക്ഷേ ഗവർണറുടെ അടുത്ത് സംസ്ഥാന നിയമസഭയും സമിതിയൊക്കെ പാസ്സാക്കിയ ഒരു ബില്ല് എത്തിക്കഴിഞ്ഞാൽ ഈ 4 ഓപ്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. റാറ്റിഫൈ ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, റിട്ടേൺ ചെയ്യാം, കൂടാതെ രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്യാനും പറ്റും. ഇനി രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്ത ബില്ലിൽ രാഷ്ട്രപതിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? റാറ്റിഫൈ ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, റിട്ടേൺ ചെയ്യാം. ഇനി റിട്ടേൺ ചെയ്ത സാധനം വീണ്ടും സംസ്ഥാന നിയമസഭ പാസ്സാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും ചെല്ലുന്നത് രാഷ്ട്രപതിയുടെ അടുത്തോട്ടായിരിക്കും, ഗവർണറുടെ അടുത്തോട്ടല്ലായിരിക്കും പോകുന്നത്. അപ്പോൾ ഗവർണർ രാഷ്ട്രപതി അത് ഒപ്പുവെക്കണം എന്നുള്ളൊരു നിർബന്ധമില്ല. പക്ഷേ ഇവിടെയാണെങ്കിലോ, ഇവിടെ റിട്ടേൺ ചെയ്ത സംസ്ഥാന നിയമസഭ അത് വീണ്ടും പാസ്സാക്കിയിട്ട് തിരിച്ച് ഗവർണറുടെ അടുത്ത് വന്നാൽ ഗവർണർ ഒപ്പിടുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ. ഇനി സംസ്ഥാന നിയമസഭകളിൽ അവതരിപ്പിക്കുന്ന മണി ബില്ല് അല്ലെങ്കിൽ പണബില്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച അതേ മണി ബില്ലിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് മണി ബില്ലിൻ്റെ കാര്യത്തിൽ പാർലമെൻറ്റിലെ അപ്പർ ഹൗസായ രാജ്യസഭയ്ക്ക് വലിയ പവറൊന്നും ഇല്ലയെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെയാണ് ഇവിടെയും സംസ്ഥാന നിയമസഭ വരുമ്പോൾ സംസ്ഥാന നിയമസഭയിലെ അപ്പർ ബോഡിയായ അല്ലെങ്കിൽ അപ്പർ ഹൗസായിട്ടുള്ള SLC അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന് വലിയ പവറൊന്നുമില്ല. അതായത് ഒരു മണി ബില്ല് സംസ്ഥാന നിയമസഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കനോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. കൂടാതെ ഗവർണറുടെ മുൻകൂർ ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബില്ല് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അവിടെയാണെങ്കിലോ രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമേ ലോക്സഭയിലെ ബില്ല് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. കൂടാതെ മണി ബില്ല് ഒരു ഗവൺമെൻറ് ബില്ലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ മന്ത്രി ആയിരിക്കും ആ ബില്ല് അവതരിപ്പിക്കുന്നത്. നമ്മൾ അവിടെ പഠിച്ച പോയിൻ്റാണ്. കൂടാതെ പ്രൈവറ്റ് മെമ്പർ ബില്ലായിരിക്കില്ല. പ്രൈവറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രിയല്ലാത്ത അംഗങ്ങളെയാണ് പ്രൈവറ്റ് മെമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലായിരിക്കില്ല മണി ബില്ല്. കൂടാതെ എന്താണ്? സംസ്ഥാന നിയമസഭയിലായിരിക്കും ഇത് അവതരിപ്പിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിട്ട് ആ ബില്ല് ഒരു മണി ബില്ലാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് സംസ്ഥാന നിയമസഭ സ്പീക്കറായിരിക്കും. അങ്ങനെ ആ ബില്ല് സംസ്ഥാന നിയമസമിതിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ സംസ്ഥാന നിയമസമിതിക്ക് ഒരു 2 ആഴ്ച കൊടുക്കും. ഈ 2 ആഴ്ചയ്ക്കകം സംസ്ഥാന നിയമസമിതി എന്തെങ്കിലും റിപ്ലൈ കൊടുത്താലും ഇല്ലേലും ആ കൊടുത്ത റിപ്ലൈ സംസ്ഥാന നിയമസഭയ്ക്ക് സ്വീകരിക്കപ്പെടാതിരിക്കുകയോ ചെയ്യാം. എന്ത് തന്നെ ആയാലും സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് നേരെ ഗവർണറുടെ അടുത്തോട്ട് പോകും ആ ബില്ല്. അതായത് സംസ്ഥാന നിയമസഭയ്ക്ക് ഒരു 14 ദിവസം ആ ബില്ല് വായിച്ചു കൊടുക്കും. അവരെന്തെങ്കിലും അമെൻമെൻറ്റ് പറഞ്ഞാൽ അത് സംസ്ഥാന നിയമസഭയ്ക്ക് സ്വീകരിക്കപ്പെടാതിരിക്കുകയോ ചെയ്യാം. നമ്മൾ അവിടെ ലോക്സഭയും രാജ്യസഭയും വെച്ച് പറഞ്ഞ അതേ ഐഡിയ തന്നെയാണ്. ഒരു വ്യത്യാസം അതിൻ്റെ അകത്തില്ല. അവിടെ പ്രസിഡന്റിന് വരും, ഇവിടെ ഗവർണറിന് വരുന്നു. ലോക്സഭയ്ക്ക് വരും, ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുന്നു. രാജ്യസഭയ്ക്ക് വരും, ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി മണി ബില്ല് സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിട്ട് ഗവർണറുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഗവർണർക്ക് ഉള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? നോർമലി പ്രസിഡന്റിനുള്ള ഓപ്ഷൻ ഏതൊക്കെയാണ്? റാറ്റിഫൈ ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. അത് തന്നെ ഗവർണർക്കുമുണ്ട്. അതായത് ബില്ല് സ്വീകരിക്കപ്പെടാം അല്ലെങ്കിൽ നിഷേധിക്കപ്പെടാം. റിട്ടേൺ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. നോർമലി റാറ്റിഫൈ ചെയ്യപ്പെടാറാണ് ഉള്ളത്. കാരണം ഗവർണറുടെ മുൻകൂർ ശുപാർശയിലാണ് ഈ ബില്ല് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ റിജക്റ്റ് ചെയ്യപ്പെടാറില്ല. ഇനി ഗവർണർക്ക് മൂന്നാമതായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. എന്താണ്? റിസർവ് ചെയ്യാം. പ്രസിഡന്റിന് വേണമെങ്കിൽ റിസർവ് ചെയ്ത് വെക്കാം ഈ ബില്ല്. അപ്പോൾ ശ്രദ്ധിക്കുക, ഗവർണറുടെ കാര്യം വരുമ്പോൾ ഗവർണർക്ക് എപ്പോഴും രാഷ്ട്രപതിക്ക് റിസർവ് ചെയ്ത് വെക്കാനുള്ള ഒരു അധികാരം ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത്. നമ്മൾ ചർച്ച ചെയ്തത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളെ കുറിച്ചിട്ടാണ്. അതായത് ലോവർ ഹൗസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. അപ്പർ ഹൗസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഡിസ്കഷനാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. പാർലമെൻറ്റിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഭൂരിപക്ഷവും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലും സംഭവിക്കുന്നത്. എന്നാൽ വ്യത്യാസമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ തന്നെ അതിനെ പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്.
ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു റീക്യാപ്പും കൂടെ എടുത്തിട്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ ആക്ച്വലി മൊഡ്യൂൾ 6ൻ്റെ ഇൻട്രൊഡക്ടറി സെഷൻ ആയിരുന്നു. അപ്പം ഗവർണർ, മുഖ്യമന്ത്രി, സംസ്ഥാന മന്ത്രിസഭ, അഡ്വക്കേറ്റ് ജനറൽ തുടങ്ങിയവരെ കുറിച്ചിട്ട് പഠിച്ച മൊഡ്യൂളായിരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി പാർട്ട് 6 അല്ലെങ്കിൽ ഭരണഘടനയുടെ ഭാഗം 6 സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. അതായത് ഇന്നത്തെ സെഷൻ്റെ മുമ്പത്തെ സെഷൻ. ആർട്ടിക്കിൾ 152 മുതൽ 237 വരെയാണ് പാർട്ട് 6ൽ പറയുന്നത്. അതിൽ തന്നെ ആർട്ടിക്കിൾ 153 മുതൽ 167 വരെയാണ് സംസ്ഥാന ഭരണ സംവിധാനത്തെക്കുറിച്ച് പറയുന്നത്. സംസ്ഥാനതല ഭരണ സംവിധാനത്തെക്കുറിച്ച് പറയുന്നത്. ആരൊക്കെയാണ് അതിൽ വരുന്നത്? ഗവർണർ വരുന്നുണ്ട്, മുഖ്യമന്ത്രി വരുന്നുണ്ട്, മന്ത്രിസഭ വരുന്നുണ്ട്, അഡ്വക്കേറ്റ് ജനറൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കേന്ദ്രത്തിൽ നോക്കിയാൽ ആരൊക്കെയാണ്? പ്രസിഡൻ്റ് ഉണ്ട്. ചീഫ് മിനിസ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്. മന്ത്രിസഭ അവിടെയും ഇവിടെയും ഉണ്ട്. അഡ്വക്കേറ്റ് ജനറലിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ അറ്റോർണി ജനറൽ ഉണ്ട്. പക്ഷെ അവിടെ ഇല്ലാത്ത, അല്ല അവിടെ ഉള്ള ഒരാൾ ഇവിടെ ഇല്ല. അതാരാണ്? നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ കീഴിലായിട്ട് വൈസ് പ്രസിഡൻറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ സംസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവർണർക്ക് കീഴിലായിട്ട് വൈസ് ഗവർണർ എന്നുള്ളൊരു പോസ്റ്റ് ഇല്ല. അപ്പം ആ കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 153 മുതൽ 167 വരെയുള്ള റേഞ്ചിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് ഗവർണറെ കുറിച്ചിട്ടാണ്. ആർട്ടിക്കിൾ 153 ഗവർണറെ കുറിച്ച് പറയുന്നത്, ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ 7ാമത് ഭരണഘടനാ ഭേദഗതി നിയമം 1956 അനുസരിച്ച് ഒരു വ്യക്തിക്ക് 2-3 സംസ്ഥാനങ്ങളുടെ ഗവർണർ ഒരേ സമയത്ത് ആകാൻ കഴിയും എന്ന് നമ്മൾ പഠിച്ചു. ആർട്ടിക്കിൾ 153 ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നത്. കൂടാതെ നമ്മൾ ആർട്ടിക്കിൾ ഓർഡറിൽ തന്നെയാണ് പഠിച്ചു പോയത്. ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ എല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ ഞാൻ ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 155 പറയുന്നത് ഗവർണറുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഗവർണറിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂണിയൻ ഗവൺമെൻറ്റിൽ വരുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. പക്ഷേ പ്രസിഡൻറ്റിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യണോ? അല്ല, അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയാണ്. ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ഇലക്ഷൻ, സ്റ്റിൽ ഇലക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം എന്താണ്? നോർ ഡയറക്റ്റ്ലി എലക്റ്റഡ്, നൈദർ ഇൻഡയറക്റ്റ്ലി എലക്റ്റഡ്. അതായത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് ആക്ച്വലി ഗവർണർ എന്നുള്ളത്. അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്, അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിൾ 156 പറഞ്ഞിട്ടുള്ളത് ഗവർണറുടെ കാലാവധിയാണ്. എത്രയാണ്? 5 വർഷത്തേക്കാണ് അദ്ദേഹത്തെ നിയമിക്കുന്നത്. ഓക്കെ. ആർട്ടിക്കിൾ 157 പറയുന്നത് ഗവർണറുടെ യോഗ്യതയാണ്. എന്തൊക്കെയാണ് യോഗ്യതകൾ? ഭാരത പൗരനായിരിക്കണം, അത് സ്റ്റിൽ അണ്ടർസ്റ്റുഡ് ആണ്. 35 വയസ്സ് പൂർത്തിയായിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ പ്രഥമ പൗരനാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആവാൻ വേണ്ടിയിട്ടുള്ള കുറഞ്ഞ പ്രായവും 35 വയസ്സാണ്. ഇനി നമ്മൾ കൺവെൻഷനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ട്രഡീഷണലായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട്, അങ്ങനെയൊക്കെ പല രീതിയിൽ പറയാം. കൺവെൻഷനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഗവർണർ നോർമലി ആ സ്റ്റേറ്റിലെ ആളായിരിക്കില്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്റ്റേറ്റിൽ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അദ്ദേഹം ഒരു കേരളീയനല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നോർമലി അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആ സംസ്ഥാനത്തിലെ ആളാകാതിരിക്കാൻ നോക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അടുത്ത ആർട്ടിക്കിൾ 159 പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാം. ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? ഏത് സ്റ്റേറ്റ് ആണോ ആ സ്റ്റേറ്റിൻ്റെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. അത് കേരള ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഇനി നമ്മളിത് രാഷ്ട്രപതിക്ക് പഠിച്ചപ്പോൾ അത് ആരായിരുന്നു? രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ. അപ്പോൾ അത് വ്യത്യാസം അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ട് പഠിക്കുക എപ്പോഴും, അതായിരിക്കും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് വരിക. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ? ഗവർണർക്ക് രാജിവെക്കണമെങ്കിൽ രാജിക്കത്ത് നൽകുന്ന ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ഗവർണർക്ക് രാജിക്കത്ത് അല്ലെങ്കിൽ രാജിവെച്ച് പോകണമെങ്കിൽ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. ഇനി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഗവർണറെ നീക്കം ചെയ്യുന്നതിന് അങ്ങനെ പ്രത്യേക നടപടിക്രമങ്ങളൊന്നും ഭരണഘടനയിൽ പറയുന്നില്ല. അതായത് നോ ഗ്രൗണ്ട് ഫോർ റിമൂവൽ എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രത്യേക നടപടിക്രമങ്ങളൊന്നുമില്ല. പക്ഷെ രാഷ്ട്രപതിയെ പുറത്താക്കണമെങ്കിൽ എന്താണ്? ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് ഉണ്ടല്ലേ, പ്രത്യേക നടപടിക്രമം തന്നെയുണ്ട് രാഷ്ട്രപതിയെ പുറത്താക്കണമെങ്കിൽ.
ആർട്ടിക്കിൾ 61 പ്രകാരമാണ്. എന്നാൽ ഗവർണറെ പുറത്താക്കാൻ പ്രത്യേക നടപടിക്രമങ്ങളൊന്നുമില്ല. കാരണം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളല്ല, ഒരാളെ അപ്പോയിന്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ പ്രത്യേക നടപടിക്രമങ്ങളൊന്നും ഭരണഘടനയിൽ പറയുന്നില്ല. ഇനി ആരാണ് ഗവർണറെ റിമൂവ് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്ന രാഷ്ട്രപതിയാണ്, രാജിക്കത്ത് കൊടുക്കുന്ന രാഷ്ട്രപതിയാണ്. എന്നാൽ പിന്നെ അദ്ദേഹത്തിന് റിമൂവും കൂടെ ചെയ്തുകൂടെ? അപ്പം ചെയ്യുന്ന ആരാണ്? രാഷ്ട്രപതി തന്നെയാണ്. ഗവർണറെ റിമൂവ് ചെയ്യുന്നതും രാഷ്ട്രപതി തന്നെയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ പഠിച്ചത് ഗവർണറുടെ ഫങ്ഷൻസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അധികാരങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതേ കാറ്റഗറി വെച്ചിട്ട് തന്നെ നമ്മൾ രാഷ്ട്രപതിയുടെ അധികാരങ്ങളും പഠിച്ചിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് എക്സിക്യൂട്ടീവ് പവേഴ്സ് ആണ്, ഗവർണറുടെ കാര്യനിർവഹണ അധികാരം. അപ്പോൾ എൻ്റെ അകത്ത് ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്. ഒരു സംസ്ഥാനത്ത് നടക്കുന്ന കാര്യനിർവഹണവുമായിട്ട് അല്ലെങ്കിൽ ഭരണനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഗവർണറുടെ പേരിലാണ്. മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സംസ്ഥാനത്ത് നടക്കുന്ന കാര്യനിർവഹണം അല്ലെങ്കിൽ ഭരണനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഗവർണറുടെ പേരിലാണ്. ഇതേ സാധനമാണ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. അത് പക്ഷേ ആരുടെ പേരിലാണ്? പ്രസിഡൻറ്റിൻ്റെ പേരിലാണ്. ഓക്കെ, കമ്പയർ ചെയ്ത് പഠിക്കുക. കൂടാതെ ഗവർണറിൻ്റെ തന്നെ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ വരുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ്. ആരെയാണ്? ചീഫ് മിനിസ്റ്ററെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. നോർമലി ഒരു ഇലക്ഷൻ കഴിയുമ്പം ഏത് പാർട്ടിക്കാണോ മെജോറിറ്റി, ആ പാർട്ടിയുടെ ലീഡറെ ആയിരിക്കും എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ചീഫ് മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കൂടാതെ ചീഫ് മിനിസ്റ്റർ പറയുന്ന ആളുകളെ ആയിരിക്കും ഗവർണർ മന്ത്രിമാരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതായത് ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച് വന്നിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ മറ്റു ആളുകളായിരിക്കും. കൂടാതെ അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലോ ഓഫീസർ ഇൻ സ്റ്റേറ്റ് ആണ്. ഇദ്ദേഹത്തെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. കൂടാതെ ഗവർണറുടെ മറ്റ് അപ്പോയിൻമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ, കൂടാതെ സ്റ്റേറ്റ് PSC ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. എന്നാൽ ഈ രണ്ട് കൂട്ടരെയും റിമൂവ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ വ്യത്യാസം മനസ്സിലാക്കുക. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെയും സ്റ്റേറ്റ് PSC ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. എന്നാൽ ഇവരെ റിമൂവ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. നമ്മൾ പഠിച്ചതാണ്. കൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറായിട്ട് ആക്ട് ചെയ്യുന്നത് ഗവർണർ തന്നെയാണ്. നമ്മളെപ്പോഴും വൈസ് ചാൻസലർ എന്നല്ലേ കേൾക്കാറുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ചാൻസലർ എന്ന് പറഞ്ഞാൽ ഗവർണറാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പഠിച്ചത് സംസ്ഥാന ഗവർണറുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? സംസ്ഥാന നിയമസഭകളെ വിളിച്ചു കൂട്ടാനും നിർത്തിവെക്കാനുള്ള അധികാരമുണ്ട്. സംസ്ഥാന നിയമസഭയെ അഭിസംബോധന ചെയ്യാനുള്ള അധികാരമുണ്ട്. നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. കൂടാതെ MLA-മാരുടെ അയോഗ്യതയെക്കുറിച്ചിട്ടുള്ള തീരുമാനമെടുക്കുന്നതും നമ്മുടെ ഗവർണർ തന്നെയാണ്, നമ്മൾ പഠിച്ചതാണ്. കൂടാതെ ബില്ലിൻ്റെ പാസേജുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണറുടെ അധികാരം നമ്മൾ പഠിച്ചു. കാരണം ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ ബില്ലാവുകയുള്ളൂ. കൂടാതെ നമ്മൾ ഗവർണറുടെ അടിയന്തര നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളും പഠിച്ചു. ആർട്ടിക്കിൾ 213 പ്രസിഡന്റിനെ ആണെങ്കിൽ ആർട്ടിക്കിൾ 123. അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ്. അതിനുശേഷം വരുന്നതാണ് ഗവർണറുടെ ഫിനാൻഷ്യൽ പവേഴ്സ്. അതായത് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അധികാരമുണ്ട്. അതായത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് സഭയുടെ മുമ്പിൽ വെക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. പണബില്ല് ഗവർണറുടെ മുൻകൂർ ശുപാർശയോടെയാണ് വരുന്നത്. കൂടാതെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഗ്രാൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിമാൻഡ് കൊണ്ടുവരണമെങ്കിൽ ഗവർണറുടെ മുൻകൂർ ശുപാർശ വേണം. കൂടാതെ കണ്ടിൻജൻസി ഫണ്ട് ഓഫ് സ്റ്റേറ്റ് ഗവർണറുടെ ഡിസ്പോസലിലാണ്, അതായത് ഗവർണർക്കാണ് അത് ഉപയോഗിക്കാനുള്ള അധികാരം. കൂടാതെ ധനകാര്യ കമ്മീഷൻ്റെ രൂപീകരണം ഓരോ 5 വർഷവും, അതും ഗവർണറുടെ ഫിനാൻഷ്യൽ പവറിൽ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് ജുഡീഷ്യൽ പവേഴ്സ്. അതായത് കുറ്റവാളികൾക്ക് മാപ്പ് നൽകാനും ശിക്ഷ ഇളവ് നൽകാനും ഗവർണർക്ക് അധികാരമുണ്ട്. ആർട്ടിക്കിൾ 161 പ്രകാരമാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട് രാഷ്ട്രപതിയുമായിട്ട്. അതായത് വധശിക്ഷയ്ക്ക് ഇളവ് നൽകാനും പട്ടാളക്കോടതി നൽകിയ ശിക്ഷാവിധി ഇളവ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്ക് ഇല്ല. അപ്പോൾ ആർട്ടിക്കിൾ 161 അത് പറയുന്നത്. ആർട്ടിക്കിൾ 72 പ്രസിഡന്റിൻ്റെ പാർഡനിങ് പവർ പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്താണ്, മന്ത്രിസഭയും മുഖ്യമന്ത്രിയും ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞല്ലേ. ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്രിസഭയും അതിൻ്റെ ലീഡറായിട്ട് മുഖ്യമന്ത്രിയും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കൂടാതെ എന്താണ്, മന്ത്രിസഭയുടെ ആകെ എണ്ണം സംസ്ഥാന നിയമസഭയുടെ ആകെ എണ്ണത്തിൻ്റെ 15% കൂടാൻ പാടില്ല എന്ന് നമ്മൾ കണ്ടു. ലാസ്റ്റായിട്ട് നമ്മൾ പഠിച്ചതാണ് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച്. ആർട്ടിക്കിൾ 165 അറ്റോർണി ജനറലിനാണെങ്കിൽ ആർട്ടിക്കിൾ 76 അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. ഒരു ഹൈക്കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യതയാണ് അഡ്വക്കേറ്റ് ജനറലിന് വേണ്ടത്, നമ്മൾ പഠിച്ചതാണ്. ടേം നോട്ട് ഫിക്സ്ഡ് ആണ്. അഡ്വക്കേറ്റ് ജനറലിൻ്റെ ടേം ഫിക്സ് ചെയ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തെ റിമൂവ് ചെയ്യാനുള്ള പ്രത്യേക നടപടിക്രമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇനി
അഡ്വക്കേറ്റ് ജനറലിന് റിസൈൻ ചെയ്ത് പോകണമെങ്കിൽ റെസിഗ്നേഷൻ കൊടുക്കുന്നത് ഗവർണർക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ സെഷനും നമ്മൾ കണ്ടു. 2 സെഷൻ ഓൾറെഡി കഴിഞ്ഞു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ സെഷൻ ഇനിയും വരും. അപ്പോൾ നമുക്ക് അതുമായിട്ട് വീണ്ടും കാണാം. ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ആക്ച്വലി ഒരു ലൈവ് സെഷനായിട്ട് വരേണ്ട ഒരു ക്ലാസ്സാണ്. പക്ഷേ കുറച്ച് ഇൻ്റർനെറ്റ് സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അത് വീണ്ടും റീടേക്ക് ചെയ്ത് വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സ്പീഡപ്പ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. എനിവേ ഫസ്റ്റ് സെഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അതായത് ഇന്നത്തെ റീക്യാപ്പ് സെഷൻ ലാസ്റ്റ് ക്ലാസ് ആണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടിന്യൂഷൻ സെഷനായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങൾ അൺഅക്കാഡമിയുടെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ആഷിക്ക് എന്നുള്ള കോഡ് യൂസ് ചെയ്യുക. അപ്പോൾ 10% ഓഫ് ലഭിക്കുന്നതാണ്. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.